ഈ വീഡിയോ കണ്ടിട്ട് കുരു പൊട്ടുന്ന കുറേ ആൾക്കാർ കാണും. എന്തെങ്കിലും ചൊറിച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ അവിടോട്ട് മാറിയിരുന്ന് ചൊറിഞ്ഞാൽ മതി കേട്ടോ. എനിക്ക് പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് നിങ്ങൾക്കൊക്കെ എന്ത് തോന്നിയാലും ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറയും. ഇഷ്ടമുണ്ടെങ്കിൽ കാണുക, ഇല്ലെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. പിന്നെ ഇനി രേണു മനസ്സിലാക്കേണ്ട കാര്യം, ഇനിയെങ്കിലും വായി തോന്നുന്നത് വിളിച്ച് പറയാതെ, ഇപ്പം എന്തായാലും രേണുവിൻ്റെ കുടുംബമല്ലേ താമസിക്കുന്നത്, അപ്പോൾ ഇനിയെങ്കിലും പറയാതിരിക്കും ഇത് എൻ്റെ വീടല്ല എൻ്റെ വീടല്ല എന്ന്. ഓക്കെ, ഇനി ഇതിൽ കൂടുതൽ എന്താ പറയാനാ. ഹലോ, എപ്പോഴും വിചാരിക്കും രേണുവിൻ്റെ വീഡിയോ ഇടണ്ട എന്ന്. പക്ഷേ എന്ത് ചെയ്യാനാ, രേണു തന്നെ നമ്മളെ കൊണ്ട് വീണ്ടും ഓരോ വീഡിയോകൾ ഇടിക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ കിച്ചു വീട്ടിൽ ചെന്നപ്പോഴത്തേന് ഒരു അന്യരെ പോലെ, ശരിക്കും ഒരു അപരിചിതർ വീട്ടിൽ കയറി ചെല്ലുന്ന ഒരവസ്ഥയാണ് അവിടെ കാണാനിടയായത്. ആ വീട്ടിലുള്ളവർ കിച്ചുവിനെ ഒന്ന് മൈൻഡ് ചെയ്യുമോ, അല്ലെങ്കിൽ കിച്ചുവിന് അവിടെ ഒരു റൂമുണ്ടെന്ന് പറയുന്നു, ആ റൂം ഒന്ന് കാണുമോ, ഒന്നും ചെയ്തില്ല. കിച്ചുവിന് സ്വന്തമായിട്ട് അവിടെ ഒരു റൂമുണ്ടോ? 2 റൂം തുറന്നപ്പോഴും അവിടെ മൊത്തം ആൾക്കാരായിരുന്നു. ജനസാഹരം എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ടും രേണു പറയുന്നതോ എനിക്കാരും വീട് തന്നിട്ടില്ല, എനിക്കാരും സ്ഥലം തന്നിട്ടില്ല എന്ന്. നിങ്ങൾ കൊല്ലം സുധിയുടെ ഭാര്യയാണ്? കൊല്ലം സുധിയുടെ ഭാര്യ തന്നെയാണ്. അപ്പൊ കൊല്ലം സുധിക്ക് തന്ന വീട് നിങ്ങളുടെ വീടല്ലേ? അതെങ്ങനെ ശാരികയാകുന്നേ? എങ്ങനെയാണ് അല്ലാത്തത്? കൊല്ലം സുധി മരിച്ചുപോയി ഇല്ലേ? സുധിച്ചേട്ടൻ മരിച്ചുപോയി. ഇപ്പോഴും അദ്ദേഹത്തിന്റെ വൈഫല്ലേ താങ്കൾ? അദ്ദേഹത്തിന്റെ വൈഫാണ്. ഞാൻ പറയുന്ന മനസ്സിലാക്കും. അദ്ദേഹത്തിന് എനിക്ക് വീട് തരിക എന്ന് പറഞ്ഞാൽ എന്റെ ഓരോരുത്തരും വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്, ഇവളുടെ പേരിലാണോ വീട് എഴുതിയേക്കുന്നത്? ഇവിടെ കൊല്ലം സുധിയുടെ ഭാര്യയാണോ? അല്ലേ, ആണല്ലോ. അപ്പൊ പിന്നെ കൊല്ലം സുധിയുടെ പേരിൽ തരുന്ന വീടുണ്ടെങ്കിൽ നിങ്ങളുടെ വീടല്ലേ? എങ്ങനെ പേരിലല്ല വീട്, സുധിച്ചേട്ടന്റെ പേരിലല്ല വീട്. പേര് അല്ല ചോദിക്കുന്നത്. രേണു സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരാൾ വീട് തരണമെങ്കിൽ കൊല്ലം സുധിക്ക് കൊടുത്ത വീടല്ലേ? രേണു സുധിക്ക് എവിടെ വീട് തന്നു? കൊല്ലം സുധിക്ക് കൊടുത്ത വീടാണോ? കൊല്ലം സുധിക്കല്ല കൊടുത്ത, മക്കൾക്കല്ലേ കൊടുത്തത്. അത് കൊല്ലം സുധിയുടെ മക്കളല്ലേ? അതപ്പോ ആ മക്കളുടെ വീടെന്നേ ഞാൻ പറയത്തുള്ളൂ. ശരി, രേണുവിന് ആരും സ്ഥലവും വീടും തന്നില്ല. മരിച്ചുപോയ സുധിച്ചേട്ടനും ആരും കൊടുത്തിട്ടില്ല. അങ്ങനെയാണല്ലോ രേണു പല ഇന്റർവ്യൂവിലും പറഞ്ഞത്. പക്ഷേ സുധിച്ചേട്ടൻ മരിച്ചു പോയത് കൊണ്ടാണ് വീടും സ്ഥലവും കിട്ടിയത് എന്ന് രേണു ഓർക്കണം. എന്തേ രേണു അത് മറന്നു പോകുന്നുണ്ട്? സുധിച്ചേട്ടൻ്റെ മക്കൾക്കാണ് കൊടുത്തത് എന്ന് 2-3 ഇന്റർവ്യൂവിൽ രേണു പറഞ്ഞു. അതും എത്ര ധാർഷ്ട്യത്തോടു കൂടിയാണ് രേണു പറയുന്നത്. ആ പറഞ്ഞ രേണുവിൻ്റെ വീട്ടിൽ ഇപ്പം ആരൊക്കെയാണ് താമസിക്കുന്നത്? രേണുവിൻ്റെ ചേച്ചിയും ഹസ്ബൻഡും മക്കളും. രേണുവിൻ്റെ അച്ഛനും അമ്മയും പോട്ടെ, അത് രേണുവിൻ്റെ കൂടെ തന്നെ നിൽക്കേണ്ടതും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ ചേച്ചിയും ഭർത്താവും മക്കളും എന്തിനാ അവിടെ അട്ടിപ്പേര് കിടക്കുന്നത്? അത് കിച്ചുവിനും കൊച്ചിനും ഉള്ള വീടല്ലേ? ഇനിയെങ്കിലും കിച്ചുവിൻ്റെ മുറി കിച്ചുവിന് സ്വന്തമായിട്ട് ഉപയോഗിക്കാനേ. വല്ലപ്പോഴായാലും കിച്ചു ആ വീട്ടിൽ വരുന്നുണ്ട്. എന്തായാലും പറയുന്നുണ്ട് സുധിച്ചേട്ടൻ്റെ മക്കൾക്കാണ്, സുധിച്ചേട്ടൻ്റെ മക്കളുടെ പേരിലാണ് ആ വീടും സ്ഥലം എന്ന്. അപ്പം അവർക്ക് ആ വീട്ടിലെ ഒരു റൂം പോലും ഇപ്പം അവകാശമില്ലേ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് കിച്ചുവിന് ആ വീട്ടിൽ വരാനുള്ള ഒരു യോഗ്യത ഉണ്ടാവില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങളവിടെ കേട്ടത്തില്ലല്ലോ കിച്ചുവിനെ. കിച്ചുവിൻ്റെ പേരിലുണ്ടെന്നേ ഉള്ളൂ. പാവം, അതൊരു പാവം. സുധിച്ചേട്ടനെ പോലെ ഒരു അയ്യോപാവിയാണ്. ചിലപ്പോൾ അത് വന്നൊന്നും വരില്ല. ഇതിപ്പോഴേ ഇതിനൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നാളെ ആ കിച്ചുവിന് അവിടെ ആ വീടിനകത്ത് ഒരു സ്ഥാനം ഉണ്ടാവില്ല. അതാണിപ്പോൾ ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് കണ്ടിട്ട് മനസ്സിലായത്. സുധിച്ചേട്ടൻ്റെ ട്രോഫികൾ, അവാർഡുകൾ വലിച്ചെറിഞ്ഞതുപോലെ അവസാനം കിച്ചുവിനെയും വലിച്ചെറിയും.